അദ്ദേഹം എന്റെ ജൂനിയർ എന്നല്ല പറഞ്ഞത്, നല്ലൊരു ജൂനിയർ എന്നാണ്. പേരെന്താ? മല്ലിക. മല്ലിക. മിസ്സാണോ മിസ്സസ് ആണോ? മിസ്സാണ്. മിസ്? മിസ്, ശരി. ഈ കേസ് ഞാൻ മിസ് ചെയ്യുന്നില്ല. പറഞ്ഞു. എന്താ സാർ കേസ്? എന്താന്ന് പറയും. 3-4 പേര് ചേർന്നെന്നെ തല്ലി. ഞാൻ ആശുപത്രിയിലായിരുന്നു. ക്രിമിനൽ. അതെ. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്ത് ജോലി? വേശ്യാവൃത്തി. മല്ലികയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ അമ്മയും. അമ്മ എന്ത് ചെയ്യുന്നു? വാദം പിടിച്ച് കിടപ്പാണ്. വീട്ടിൽ നിത്യവൃത്തിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? മറുപടി പറയൂ. ഞാൻ എന്തെങ്കിലും അധ്വാനിച്ചു കൊണ്ടുവരണം. എങ്ങനെ എങ്ങനെ അധ്വാനിച്ചിട്ട്? വീട്ടുവേലയ്ക്ക് നിന്നിട്ടോ കൂലിവേല ചെയ്തിട്ടോ? ഞാൻ എന്റെ സ്വന്തം ശരീരം വിൽക്കുന്നു. കൈൻഡ്ലി നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. രഹസ്യ സങ്കേതങ്ങളിൽ, ലോഡ്ജുകളിൽ മാംസക്കച്ചവടം നടത്തുന്ന ഒരു തെരുവ് വേശ്യയുടെ കുറ്റസമ്മതമാണിത്. ജൂൺ 20-ന് ഹോട്ടൽ റിവർസൈഡിലെ 13-ാം നമ്പർ മുറിയിൽ വെച്ചാണ് നിങ്ങളെ 4 പേർ മദ്യപിച്ച് മർദ്ദിച്ച് അവശയാക്കി എന്ന് പറയപ്പെടുന്നത്. അതെ. നിങ്ങൾ അവരുടെ മുറിയിൽ അതിക്രമിച്ച് കിടക്കുകയായിരുന്നു. അല്ല. പിന്നെ അവരെന്തിന് നിങ്ങളെ മർദ്ദിച്ച് അവശയാക്കി പുറത്താക്കണം? ഞങ്ങൾ തമ്മിൽ വഴക്കായി. കാരണം? ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അതിനെ ഞാൻ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബലാത്കാരമായി അവരെന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ എതിർത്തപ്പോഴാണ് വഴക്കുണ്ടായത്. യുവർ ഓണർ, ഒരു തെരുവ് വേശ്യയുടെ നാവിൽ നിന്നാണ് ബലാത്കാരം എന്ന പദം ഈ കോടതി കേൾക്കുന്നത്. നിങ്ങൾ ഒരേ ദിവസം തന്നെ 1-ലധികം പുരുഷന്മാരെ സ്വീകരിക്കാറില്ലേ? സത്യം പറയണം. ഉണ്ട്. അതെ. ഒരു വേശ്യയ്ക്ക് ആളുകളുടെ എണ്ണമല്ല പ്രശ്നം, കിട്ടുന്ന പണത്തിന്റെ കണക്കാണ് പ്രധാനം. യുവർ ഓണർ, ഹോട്ടൽ റൂം ബോയ്കളും മാനേജരും മർദ്ദനം നടന്നതായി തെളിവുകൾ നൽകിയിട്ടുണ്ട്. വെളിയിൽ പോകാൻ തയ്യാറില്ലായിരുന്ന ഈ സ്ത്രീയെ എന്റെ കക്ഷികൾ പിടിച്ച് പുറത്താക്കി. അതിനെ മർദ്ദനമെന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ്. പുറത്താക്കുമ്പോൾ ഉണ്ടായ എതിർപ്പിൽ എത്ര പരിക്ക് പറ്റിയിട്ടുണ്ടാവാം. ഒരിക്കലും അത് മർദ്ദനമാവില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നല്ലവരായ എന്റെ കക്ഷികൾ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഹോട്ടലിൽ മുറിയെടുത്തു. മറ്റൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ സ്ത്രീ ആ മുറിയിലേക്ക് കടന്നു ചെന്നത്. തുടർന്നുണ്ടാകാവുന്ന സംഭവങ്ങളാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വേശ്യ എന്നല്ല, ആക്രമണകാരിയായ ഒരു വേശ്യ എന്നാണ് ഈ സ്ത്രീയെ വിശേഷിപ്പിക്കേണ്ടത്. അടിസ്ഥാനപരമായി ഈ കേസിന് ഒരർത്ഥവുമില്ല. ഇവിടെ വാദിയെ പ്രതിയാക്കുകയാണ് വേണ്ടത്. മാന്യന്മാരെ മാനഭംഗപ്പെടുത്തിയ ശിക്ഷ ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ ഈ സ്ത്രീയാണ് ശിക്ഷ അർഹിക്കുന്നത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. Any re-examination? സംഭവത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നേരെ ആശുപത്രിയിലേക്ക് പോയി. ഇതാണ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടറുടെ റിപ്പോർട്ട്. മർദ്ദനത്തിന്റെ ഫലമായി ഉണ്ടായ ചതവുകളും മുറിവുകളുമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ മാന്യനായ സുഹൃത്ത് ഈ സ്ത്രീയെ നേരം നിറയുമില്ലാത്തൊരു വേശ്യയായി ഇവിടെ ചിത്രീകരിച്ചു. അദ്ദേഹത്തോടും ബഹുമാനപ്പെട്ട കോടതിയോടും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഹോട്ടൽ മുറിയിൽ ബഹളം നടന്നില്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നില്ല. പിടിച്ചു പുറത്താക്കിയാലും മർദ്ദിച്ചു പുറന്തള്ളിയാലും എന്റെ കക്ഷി മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് ഇരയായിരിക്കുന്നു. ഈ കേസിന്റെ ഉദ്ദേശം ആ യാഥാർത്ഥ്യം കണ്ടെത്തലാണ്. അല്ലാതെ എന്റെ കക്ഷിയുടെ സ്വഭാവത്തെ സ്ഥാപിച്ചെടുക്കലല്ല, ഈ സ്ത്രീയുടെ ചാരിത്രശുദ്ധിയുടെ മൂല്യം നിർണ്ണയിക്കലുമല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. താങ്ക് യു സർ. ഈ കേസിലെ പ്രതികൾക്ക് തങ്ങൾ മല്ലികയെ മർദ്ദിച്ചില്ല എന്ന അവകാശവാദമില്ല. വാദി വേശ്യയായാലും മർദ്ദനം തന്നെ. ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നീതി നിർവഹണത്തിനായി പ്രതികൾ ഓരോരുത്തരും 500 രൂപ വീതം പിഴ ഒടുക്കുന്നതിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഒടുക്കുന്ന പിഴയിൽ നിന്നും പകുതി അന്യായിക്കാരിക്ക് കോമ്പൻസേഷനായി കൊടുക്കുന്നതിനും ഉത്തരവായിരിക്കുന്നു. പോയിന്റ് പിടിച്ച് വായിച്ചതിന്റെ അനുഭവം ജയിച്ചത് എന്തായാലും ശരിയാ. അവനെ ഞാൻ വിടാൻ പോകുന്നു. ഇനി ഞാൻ അവരെ തല്ലോ തല എനിക്ക് എന്തുപോലെ ചെയ്തു. പക്ഷെ തല്ലുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അറിയിച്ചിരിക്കണം. എന്നാലേ ആ കറക്റ്റ് 40,000 എനിക്ക് എന്താ അങ്ങനെ പോയാലോ സാറേ? സാറിന് ഫീസൊന്നും വേണ്ടേ? ഫീസോ? ഒരു കാര്യം ചെയ്യും.
ഇതാണ് എന്റെ ഹൗസ് അഡ്രസ്. വൈകുന്നേരം അങ്ങോട്ട് വരൂ. ധൃതി വേണ്ട, സൗകര്യമായിട്ട് എന്തോളൂ. വാതിൽക്കൽ ശങ്കിച്ചു നിൽക്കേണ്ട. വന്നാട്ടെ വന്നാട്ടെ, വേണം വേണം. ഇരിക്കോ. എന്താണ് കാര്യം? വക്കീൽ സാറല്ലേ? അതെ, വേഷം അടിച്ചിട്ടേ ഉള്ളൂ. എന്റെ അനിയൻ റോഡിൽ വെച്ച് കുടിച്ചു വഴക്കുണ്ട്. അവനെ പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കുക. ഓ, അവനെ ഒന്ന് ജാമ്യത്തിൽ. അത്രേ ഉള്ളൂ. ഞാനത് അതെ, എന്റെ മാന്യ സുഹൃത്തുക്കൾ പോയിക്കോളൂ. അത് ഈ പേരെടുക്കാൻ പോയ പോലെ ഇരട്ടവെറ്റെന്ന് പറഞ്ഞത് പോലെ ആവും. ഞാനും അകത്തായി പോവും. മനസ്സിലായോ? പോയിക്കോളൂ, പോയിക്കോളൂ. ഇയാൾ എന്തൊരു വക്കീല്. സാർ, എനിക്ക് അല്പം ധൃതിയുണ്ട് സാറേ. ധൃതിയോ? അതെല്ലാവർക്കും ഉള്ളതാ. എപ്പോഴും ആ ധൃതി പാടില്ല. ഞാൻ എന്റെ ചപ്പാത്തിയുടെ കണ്ടീഷൻ ഒന്ന് നോക്കിട്ട്. നമ്മുടെ കേസുണ്ടല്ലോ, പ്രതിഭാഗത്ത് അഡ്വക്കേറ്റ് രാമകൃഷ്ണനായതുകൊണ്ട് വളരെ എന്നെ പരിഹസിച്ചതാ. ആരായാലും എനിക്കെന്താ? സാറിനെ പറ്റി വലിയ അഭിപ്രായമാ എല്ലാവർക്കും. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ. എന്താ മിസ് മല്ലിക, എന്താ സാരി 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 കൊടുക്കൂ. മല്ലിക സാരി കൊടുക്കൂ. എന്നാ സാറിന്റെ ഇഷ്ടം പോലെ. നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? സാറ് ഫീസൊന്നും വാങ്ങിച്ചില്ല, വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു സാറിനെ. അയ്യോ, അങ്ങനെയല്ല മിസ് മല്ലിക, സാരി കൊടുത്തോ കൊടുത്തോ. എന്റെ ശ്വാസം കൊണ്ടുപോയി കേട്ടോ. അപ്പൊ സാർ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതെ, മിസ് മല്ലികയുടെ കേസും വിധിയും കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു കവിത ജനിച്ചു. അതെഴുതി മല്ലികയെ വായിച്ചു കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനാ ഞാൻ വരാൻ പറഞ്ഞത്. ഇരുന്നാട്ടെ. ഇതാണ് കവിത. കവിത ഇഷ്ടമാണല്ലോ. അന്നന്ന് വിരിയുന്ന മൊട്ടുമായി എൻ മുന്നിൽ നിൽക്കും കറുത്ത പൂവേ, ഇരവില്ല പകലില്ല നിന്നെ തേടി കരിവണ്ടിൻ കൂട്ടങ്ങൾ ഓടിയെത്തും. ഇടതടവില്ലാതെ ആർത്തി തീർക്കും ഇതളിന്റെ കവിളിലും ചോര വാർക്കും. അരുടെന്ന് നീയൊന്ന് തേങ്ങിയാലോ അതിലും വലിയൊരു കുറ്റമില്ല. അരുതെന്ന് നീയൊന്നു തേങ്ങിയാലോ അതിലും വലിയൊരു കുറ്റമില്ല. കൊള്ളാം. കൊള്ളാം സാർ. എവിടെ പോയി ഒളിച്ചിരിക്കാൻ ഈശ്വര? ഇനി ഈ മുറിയിൽ ഇല്ലെന്നുണ്ടോ? അമ്മയെ കണ്ടോ? ഞാൻ കണ്ടില്ല. അമ്മണിക്ക് കൊടുക്കാൻ ഞാൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കഴിക്കാം അല്ലേ? ഏതായാലും കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. അതിനുള്ളിൽ വന്നാൽ നമുക്ക് കൊടുക്കാം.
ഇനി ഇത് നമുക്ക് കഴിച്ചളയാം. ഈ കൊച്ചച്ഛൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എനിക്ക് ഐസ്ക്രീം കിട്ടിയല്ലോ. മോക്ക് ആന്റിയോട് വിരോധമായിരുന്നല്ലോ, ഇപ്പൊ ഒക്കെ മാറിയോ? നല്ല ആന്റിയെ കൊച്ചച്ച. അവക്ക് കളിക്കാൻ പറ്റിയ ആന്റിയെ തന്നെ കിട്ടി. എടാ മോനെ, ഈ ആഴ്ച നീ വരുമ്പോ രാധയുടെ അച്ഛനെ പോയി കാണാന്ന് പറഞ്ഞിരുന്നില്ലേ? ദിവസങ്ങൾ കുറച്ചായല്ലോ, കാര്യങ്ങൾ എവിടെയൊക്കെ എത്തിയെന്നൊന്നും അറിയാമല്ലോ. അമ്മയ്ക്കിനി അതിന്റെ ധൃതിയാ. ആഹാ, വെറുതെ എനിക്കാണല്ലേ നിങ്ങളുടെ കാര്യമായി പറയുന്നത്. നിന്റെ ഈ ആഴ്ചയിൽ ഒരിക്കലുള്ള വരവൊന്ന് നിർത്തണം. ഞാൻ തീരെ ഇങ്ങോട്ട് വരേണ്ടെന്നായിരിക്കും. അങ്ങനെയല്ല മോനെ, നഴ്സിംഗ് ഹോം തുടങ്ങിക്കഴിഞ്ഞാ നിനക്ക് എന്നും പോകാതെ ഇവിടെ തന്നെ ഇരിക്കാമല്ലോ. ഞങ്ങൾ ഇന്ന് തന്നെ പോകാമേ. അവക്ക് മനസ്സിലാവും കാര്യം പറഞ്ഞ. ഹലോ. ഹലോ, ഇരിക്കൂ. അച്ഛനെന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല മോളെ. അച്ഛന്റെ കാര്യത്തിൽ എനിക്കൊരാശ്വാസം രാജേന്ദ്രൻ ചേട്ടനാ. അമ്മാവൻ ഞങ്ങളോട് അങ്ങോട്ട് പോരൂ, അവിടെ കഴിയാം. അതിപ്പോ അച്ഛനെന്താ ഒരു വിഷമം പോലെ? മോളെ, എന്താ പറയുക, എങ്ങനെയാ പറയുക? ഈ വീടും വിട്ട് ഞാൻ... അത് സാരമില്ല അച്ഛാ, മറ്റാരും കൊണ്ടുപോകുന്നില്ലല്ലോ. ചേട്ടൻ ഇവിടെ നഴ്സിംഗ് ഹോം തുടങ്ങിയാൽ അച്ഛൻ ഇവിടെയും വന്നിരിക്കാലോ. അതെ, മൊത്തം എത്ര മുറികളുണ്ട്? ചേട്ടൻ ശരിക്കും വീട് കണ്ടിട്ടില്ലല്ലോ. വരൂ, ഞാൻ കാണിച്ചു തരാം. വാ മോളെ. തളരരുത്, സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുമെന്ന് സമാധാനിച്ചു തീരും. എന്റെ വയറ്റിനകത്തൊരു ഡിസ്ലൊക്കേഷൻ. വിമലിന്റെ നഴ്സിംഗ് ഹോം തുടങ്ങിയാൽ ആദ്യം നിങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യുക. അതിനെനിക്ക് രോഗമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഇരുന്നിരുന്ന് നിങ്ങൾ മന്ദനായി പോയി. അത് ചികിത്സിച്ചാൽ മാറുന്നതാണോ? അതുമല്ല സോമനി, ആദ്യം അഡ്മിറ്റ് ചെയ്യുന്നത് കാശ് ഇങ്ങോട്ട് കിട്ടുന്ന പാർട്ടിയായിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ആ എടാ, നഴ്സിംഗ് ഹോമിൽ കെട്ടിടം മാത്രം മതിയോ? എന്തൊക്കെ വാങ്ങിക്കൂട്ടാനുണ്ട്? ദേ, വിമലന്റെ കണക്ക് പറഞ്ഞു. തൽക്കാലം 2 ലക്ഷം രൂപയെങ്കിലും വേണം. അത് നിന്റെ വക. നഴ്സിംഗ് ഹോം ഇവിടെ ഒരു പെട്ടിക്കട പോലും ഉണ്ടാകാൻ പോകുന്നില്ല. എന്താ പോലെ നീ പറയുന്നത്? അതിന് കെട്ടിടം അവിടെ നമുക്ക് എഴുതി തരും. വിമലൻ ആരെയും കൂടെ അതിന് പോയിരിക്കുകയാണ്. അമ്മേ, നമ്മൾ കൂടും പഞ്ചരയിലാ പെട്ടിരിക്കുന്നത്. എന്താടാ ഒന്ന് മനസ്സിലാവും പോലെ പറയടാ. അവളുടെ അച്ഛനെന്ന് പറയുന്നുണ്ടല്ലോ, 4 കൊല്ലം മുമ്പ് ഒരാൾക്ക് ജാമ്യം നിന്നു 4 ലക്ഷം രൂപയ്ക്ക്. ഇപ്പൊ പണം കിട്ടാനുള്ളവൻ അങ്ങയുടെ സ്വത്തിൽ നിന്ന് ഈടാക്കാൻ കോടതിയെ സമീപിച്ചിരിക്കുക. എന്റെ ഈശ്വര, ഈശ്വര, അയ്യോ. അച്ഛാ, എന്താ മോളെ? രാധയുടെ അച്ഛനെ രക്ഷിക്കാൻ അച്ഛന്റെ പുസ്തകങ്ങളിൽ വകുപ്പുകളൊന്നുമില്ലേ? പറയൂ അച്ഛാ, അവളുടെ അച്ഛൻ ആകെ തകർന്നിരിക്കുക. സ്ത്രീധനത്തിന്റെ ഭ്രാന്തുള്ള വീട്ടില് ആ പാവം പണിയെന്ന് പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശിവശങ്കരൻ നായർ ജാമ്യം നിന്നാണ്. സ്വത്തിന്മേൽ അറ്റാച്ച്മെന്റുമായിപ്പോയി. ഇനി ഒന്നും ചെയ്യാനാവില്ല. അപ്പോൾ ജപ്തി ചെയ്ത സ്വത്തുക്കൾ ലേലത്തിൽ വിൽക്കും. ജാമ്യം നിന്ന തുക ആ കക്ഷിക്ക് നൽകി ബാക്കി ഒന്നുകിൽ കിട്ടും. ഹലോ, അതെ, രാജേന്ദ്ര സാറാണോ? എന്താ എന്തു പറ്റിയുള്ളേ? അച്ഛാ, രാധയുടെ അച്ഛൻ അച്ഛൻ മരിച്ചു.